ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7 മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാനിന്ന് കൊല്ലത്തോട്ടാണ് പോകുന്നത്, കൊല്ലം ജംഗ്ഷനിലോട്ടാണ്. അപ്പോൾ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ചിറയങ്ങളിൽ നിന്നുമാണ് ട്രെയിന്. സോ ഇപ്പോൾ 7:15 ട്രെയിന്. സോ അത് 7:20 ഒക്കെ കഴിയുമ്പോൾ വരും. സോ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് മലബാർ എക്സ്പ്രസ്സും മറ്റ് ചില എക്സ്പ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. സോ അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ രാവിലെ ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല, അധികം ചൂടുമില്ല. നല്ല പ്ലസൻ്റായിട്ടുള്ള ഒരു പ്രഭാതമാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾ മാത്രം എല്ലാവർക്കും സംഭവിക്കട്ടെ, നല്ലത് മാത്രം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു പുതിയ വ്ളോഗ് തുടങ്ങാം. അപ്പോൾ അവിടെ നിൽക്കുന്ന പയ്യൻ കണ്ടില്ല, പുള്ളിക്കാരൻ എറണാകുളത്ത് നിന്ന് വന്നതാണ്. പുള്ളി എന്താ പറയുക, വർക്കല ഇറങ്ങാനുള്ളതായിരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയി, അവസാനം ചിറയൻകീഴ് വന്ന് ഇറങ്ങി. പിന്നെ ഇനിയിപ്പം നമ്മൾ വരുന്ന ട്രെയിനിൽ ഇനി തിരിച്ച് വർക്കല പോയി ഇറങ്ങണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് എങ്ങനെ പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിലൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അവസാനം പുള്ളി അവിടെ പോയി ഇരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുക, നമ്മൾ ഉറങ്ങിപ്പോകാതെയൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ ഇടയ്ക്ക് അലാറമൊക്കെ വെക്കാൻ ശ്രമിക്കുക. സോ ലോങ് റൂട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി ഉറങ്ങിപ്പോകും. സോ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ അവസാനം എൻ്റെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആണ്. സോ സൺഡേ പുറത്ത് പോകാനും എനിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അർജൻറ്റ് ട്രെയിനിങ് ആയിരുന്നു. അതുകൊണ്ട് അതിന് പോയേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് സൺഡേ ഇറങ്ങിയത്. സോ അപ്പോൾ ട്രെയിൻ വന്നു, അതിൻ്റെ അകത്ത് കയറി. ഇന്ന് ഫുള്ള് സീറ്റെല്ലാം ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ യൂഷ്വലി ഇത് ഫുള്ളായി ഇരിക്കേണ്ടതാണ് ആൾക്കാരെല്ലാം. പക്ഷേ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ആരുമില്ല. നമുക്കൊരു എന്താ പറയുക, എവിടെ വേണോ കയറി ഇരിക്കാം, സ്വസ്ഥമായിട്ട് ഇരിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്ക് നല്ല രീതിയിൽ ഇരുന്ന് നമുക്ക് വ്ളോഗൊക്കെ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് ആ സമയത്ത് കിട്ടി. ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവാണല്ലോ. പക്ഷേ ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ചിറയൻകീഴിൽ നിന്ന് എന്തായാലും വിട്ടിട്ടുണ്ട്. സോ അപ്പോൾ ആൾക്കാരെല്ലാം കുറവായിരുന്നു. പിന്നെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നതിന് കുറവൊന്നുമില്ലായിരുന്നു, കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇറങ്ങാനും. പിന്നെ ട്രെയിൻ ഇങ്ങനെ സ്റ്റാർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അകത്ത് ആരുമില്ല കേട്ടോ. നമ്മൾ ഒരുവിധം ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണല്ലോ. കാരണം യൂഷ്വലി ഒരു സൺഡേ ആണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. മേ ബി സാറ്റർഡേയ്സും കിട്ടും, പിന്നെ ചിലർക്ക് സൺഡേ മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു സമയം നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആരുമില്ല ട്രെയിനിൽ. സോ അപ്പോൾ അതെനിക്കും ഒരു ഇതായി, കുറച്ചധികം വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഈ ട്രെയിനിന് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി കേട്ടോ. ഒരുപാട് ഫാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കണ്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂഷ്വലി ട്രെയിനിൽ അധികം സഞ്ചരിക്കുന്ന ആളാണ് കേട്ടോ. ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകളുണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. യൂഷ്വലി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സമയത്തായാലും രാവിലെ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ വാതിലിൽ നിന്നാണ് പോകുന്നതുകൊണ്ട് നമുക്ക് അധികം കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇരുന്നുകൊണ്ട് കാഴ്ച കാണുമ്പോൾ അത് വേറൊരു ഇതാണ്. നമുക്കൊരു കംഫോർട്ടിൽ ഇരുന്ന് നമുക്ക് കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ അടുത്ത സ്റ്റേഷനായ കടയ്ക്കാവൂരിൽ വണ്ടി എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ കടയ്ക്കാവൂർ ഇപ്പം മിക്കവാറും കടയ്ക്കാവൂരും ചിറയൻകീഴ് പോലെ സ്റ്റോപ്പ് ഒരുപാട് ഉണ്ടല്ലോ. കടയ്ക്കാവൂരിനും ഒരുപാട് നല്ല ഡെവലപ്പായി വരുന്നുണ്ട്. കടയ്ക്കാവൂർ മേൽപ്പാലമൊക്കെ വന്ന് കുറച്ചുകൂടെ പണ്ടത്തെയും കാട്ടിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അവിടെ. സോ അപ്പോൾ നമ്മുടെ ചിറയൻകീഴ് സ്റ്റേഷനും എന്തായാലും നല്ല അടിപൊളിയായി വരുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന സമയമാകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ചില സമയത്ത് പിടിച്ചിടാറുണ്ട് കേട്ടോ ട്രെയിന്. ആ പിടിച്ചിടുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സിറ്റുവേഷനാണ് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിടുന്നതേ. അത് അങ്ങനെ പിടിച്ചിടുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ടവർ കണ്ടു, അതിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നതും കണ്ടു. അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് ട്രെയിനിൻ്റെ ആൾക്കാർ പോകുന്നതും ഈ ഒരു പച്ചപ്പും എല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ മാറി ട്രെയിൻ വിട്ടു. അങ്ങനെ എന്തായാലും 8:30 ആകുമ്പോൾ നമ്മൾ കൊല്ലത്തെത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് നമ്മുടെ ആപ്പിലും കാണിക്കുന്നത്. സോ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ എല്ലാവർക്കും അതൊരു കംഫർട്ടബിളായി. കാരണം നമുക്ക് ട്രെയിൻ എവിടെ എത്തി, എപ്പോൾ വരും എന്നുള്ള ആ ഒരു ടൈമിങ്ങൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ആപ്പിലും ഒന്നാണ് ഈ റെയിൽവേ വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പ്. ഇടയ്ക്ക് ഞാൻ ഗൂഗിളിലും ഒരു ഇത് കണ്ടായിരുന്നു, അങ്ങനെ ഒരു
ഇത്രയും ആൾക്കാരിത് കാണുന്നുണ്ടെന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ കടയ്ക്കാവൂരായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ 3-4 സ്റ്റോപ്പുണ്ട്. അവസാനം വർക്കല ഒരു 8-25 വർക്കല എത്തുമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സ്റ്റോപ്പും ഇങ്ങനെ എണ്ണി ഇരിക്കുകയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. നമ്മുടെ പ്രകൃതി എന്ത് രസമല്ലേ. ഇത് ട്രെയിനിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് പുറത്തോട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ല രസമാണ് കേട്ടോ കാഴ്ചകളെല്ലാം. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കി. എൻ്റെ മുടി ഇങ്ങനെ സൈഡിലോട്ട് നമ്മൾ എന്താ പറയുക, വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറന്ന് പോകുന്നൊരു മുടിയാണ് എൻ്റെത്. ചുരുണ്ട മുടിയായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ചീപ്പ് അധികം ഉപയോഗിക്കാറില്ല. കൈയാണ് എൻ്റെ ചീപ്പ് എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്തുമാത്രം പച്ചപ്പാണല്ലേ, എന്തുമാത്രം നല്ല കാഴ്ചകളാണല്ലേ. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അകത്തുമുറി എന്നുള്ള സ്റ്റേഷനാണ് അടുത്തത്. പക്ഷേ അവിടെ ട്രെയിൻ ഈ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. പക്ഷേ അവിടെ ഇങ്ങനെ വിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് രസമല്ലേ കണ്ടില്ല. രാവിലെ ഇങ്ങനെ വെളുത്തൊരു 7:30-7:45 ആകുമ്പോൾ നമ്മളൊരു വെയിൽ വരുന്നതേ ഉള്ളൂ, ചൂടായിട്ടുമില്ല. വെയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോഹാരിത കണ്ടില്ലേ, എന്താ രസമല്ലേ. പച്ചപ്പും പിന്നെ ട്രെയിനും ഇങ്ങനെ ഇരുന്നൊരു സൈഡ് വിൻഡോ സീറ്റും കിട്ടി ആരും ഇല്ലാത്തേക്ക് സാഹചര്യത്തിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്ത് രസമല്ലേ. ഈ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. നമ്മൾ യൂഷ്വലി ഇങ്ങനെ സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ സ്റ്റണ്ട് സീൻ ചിത്രീകരിക്കാനും ട്രെയിനിലെ സീനൊക്കെ കാണും ഇതേപോലുള്ള രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ എനിക്കും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ എനിക്കും ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉള്ള. അങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് പച്ചപ്പ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹരിതഭംഗിയുടെ ഒരു താഴ്വാരമാണല്ലോ കേരളം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല പച്ചപ്പുകൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും. അത് ഇപ്പോൾ അങ്ങനെ ട്രെയിൻ എത്തി അങ്ങനെ കടന്ന് പോയി വർക്കല എത്തിയിട്ടുണ്ട്. വർക്കല ശിവഗിരി ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലേസായി വർക്കല, വർക്കല എന്ന് പറയുന്നത്. സോ അപ്പോൾ വർക്കല എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വർക്കലയെക്കുറിച്ച് പറയുമ്പോൾ വർക്കല ക്ലിഫിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഞാൻ വേറൊരു വ്ളോഗ് ആൾറെഡി വർക്കലയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. എന്ത് മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണല്ലേ വർക്കല എന്ന് പറയുന്നത്. ഒരുപാട് വിദേശികൾ അവിടെ വരുന്നുണ്ട്. ഒരുപാട് ഹോം സ്റ്റേസും ഒരുപാട് ക്ലിഫും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഞാൻ എന്തായാലും അത് ഉടനെ ആ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു മനോഹാരിത അടിപൊളിയാണ് കേട്ടോ. കോവളം ബീച്ചും നമ്മുടെ വർക്കല ബീച്ചും ഒരു രക്ഷയുമില്ലാത്ത ബീച്ചാണ് കേട്ടോ. എസ്പെഷ്യലി ആ വർക്കല ക്ലിഫ് ഒരു രക്ഷയുമില്ല. നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോയി ഒരു ദിവസം ഫുള്ള് നമ്മളവിടെ ചിലവഴിക്കണം കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ്സും ഹോം സ്റ്റേസും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വർക്കല ക്ലിഫിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോകട്ടെ. അവസാനം നമ്മൾ വർക്കല എത്തിയിട്ടുണ്ട്. അവിടെയും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വിശ്രമിക്കുകയാണല്ലോ. പിന്നെ എന്തെങ്കിലും കല്യാണത്തിനോ എൻ്റർടൈൻമെൻറ്റിനോ വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയും ആൾ കുറവായിരുന്നു കയറാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ കാഴ്ചകളും കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വർക്കല എന്ന് പറയുമ്പോൾ ഓൾവേസ് സ്പെഷ്യലാണ്. കാരണം പണ്ട് എപ്പോഴും ഞാൻ വർക്കല വഴിയൊക്കെയാണ് എന്താ പറയുക എൻ്റെ സ്കൂളിങ്ങൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. സോ 5 തെങ്ങിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്കലയൊക്കെ ഒരുപാട് പോയിട്ടൊക്കെ ഉണ്ട്. സോ വർക്കല എന്നും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പോഴതൊരു ടൂറിസ്റ്റ് പ്ലേസും ആണല്ലോ. സോ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് വല്ലാത്തൊരു ഡെവലപ്മെൻറ്റാണ് അവിടെ വർക്കല. പിന്നെ അത്രയും ക്ലീനുമാണ്, നല്ല അടിപൊളി സ്റ്റേഷനുമാണ്, ഒരുപാട് ഇരിപ്പിടങ്ങളും ഷോപ്സും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് അവിടെ. സോ അപ്പോൾ അത് അങ്ങനെ വികസനം വരട്ടെ. എന്തായാലും വർക്കല എന്തായാലും എല്ലാവർക്കും ഒരു അഭിമാനമായ കാര്യമാണ്. കാരണം ഒരുപാട് ടൂറിസ്റ്റും അവിടെ വരുന്നതുകൊണ്ട് അത്രയും ഒരു ബൂമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവിടെ സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് എന്തായാലും. സോ അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും വർക്കല ശിവഗിരിയിൽ നിന്ന് വിട്ടു, അധികം ആൾക്കാരില്ലായിരുന്നു. സോ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് 8:30 ആകുമ്പോൾ കൊല്ലത്തെത്തണം. സോ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷേ എനിക്കറിയാം ഇന്ന് എന്തായാലും ട്രെയിനിന് അധികം ലേറ്റ് ആവത്തില്ല, എല്ലാം കറക്റ്റ് സമയത്ത് പോകും. കാരണം അധികം റഷൊന്നും ഇല്ലല്ലോ, പിന്നെ മഴയൊന്നുമില്ല. സോ ഇപ്പോൾ മഴയും ആൾക്കാരും കൂടുതലും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് റഷ് ഒരുപാട് കൂടുന്നത്. സോ അതുകൊണ്ട് ഇന്ന് അധികം റഷ് വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ട്രെയിന് എല്ലാം കറക്റ്റ് സമയത്തിന് ഓടും എന്തായാലും. സോ അപ്പോൾ വർക്കലയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ വർക്കലയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ വർക്കല എന്തുകൊണ്ടും ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഡെവലപ്പാവും. പിന്നെ അവിടുത്തെ ഒരുപാട് ഷോപ്പുകളും ഇതെല്ലാം വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർക്കല എനിക്കും എന്നും നല്ലൊരു ഓർമ്മയുള്ള സ്ഥലമാണ്. നല്ല ഒരുപാട് സീ ഫുഡും നല്ല അവിടെ കിട്ടും. എന്തായാലും കൊല്ലത്ത് ഒരുപാട് മത്സ്യബന്ധനമായിട്ടുള്ള സ്ഥലങ്ങളുള്ളതുകൊണ്ട് അവിടെയും ഒരുപാട് സീ ഫുഡ് നമുക്ക് കിട്ടാറുണ്ട്.
അങ്ങനെ അടുത്ത സ്റ്റേഷൻ കാപ്പിലാണെന്ന് കഴിച്ചത്. അങ്ങനെ കാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാപ്പിലല്ല, സോറി, എടവയാണ് കേട്ടോ. എടവ സ്റ്റേഷനിലാണ്. എടവ സ്റ്റേഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എടവ സ്റ്റേഷനിൽ നിർത്തിയിട്ടില്ല. അങ്ങനെ എടവ സ്റ്റേഷനും കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു കാഴ്ച എന്തായാലും എപ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ട്രെയിനിൽ റഷായിരിക്കും. പിന്നെ സൺഡേസിൽ അധികം ഞാനങ്ങനെ യാത്ര ചെയ്യാറുമില്ല. സോ അപ്പോൾ സമയമൊക്കെ നോക്കി 8 മണി ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ട്രാമ്പോടെ എത്തണം എന്തായാലും. കാരണം 9 മണിക്കാണ് എനിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ട്രെയിനിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ 9 മണിക്ക് കറക്റ്റ് തന്നെ എനിക്ക് അവിടെ എത്തണം. സോ അങ്ങനെയാണ്. അത് ഈ ഒരു ദിവസമേ ഈ ട്രെയിനിങ് ഉള്ളൂ. സോ അതുകൊണ്ട് പോയതാണ്. സോ അങ്ങനെ എന്തായാലും 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് ഇങ്ങനെ എല്ലാ സ്റ്റേഷനിലും അധികം പിടിച്ചിടാതെ നേരെ പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. കറക്റ്റിന് എത്താറ്. ഇതാണ് ഗൈസ് കാപ്പിൽ സ്റ്റേഷൻ. കാപ്പിൽ സ്റ്റേഷനിൽ എന്തായാലും നിർത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ കാപ്പിൽ സ്റ്റേഷനും കഴിഞ്ഞ് ഇങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും. സോ അപ്പോഴും കണ്ടില്ലേ കുറേ വാഴകളും കുറേ ചെടികളും എല്ലാം ഇങ്ങനെ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകളും പഴയ കാര്യങ്ങളും നമുക്കിങ്ങനെ ഈ ട്രെയിനിൽ ഇരുന്ന് പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ കടന്നുപോയ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം. അങ്ങനെ അതിൽ ആലോചിച്ച് നല്ല വലിയൊരു കായലിലെത്തി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒടുക്കത്തെ വ്യൂ. ഇത് കണ്ടത് പിന്നെ എനിക്ക് പിന്നെ ക്യാമറ അങ്ങനെ മാറ്റി വയ്ക്കാനേ തോന്നിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു വലിയ തേങ്ങ മരങ്ങളും അങ്ങനെ ഇതൊക്കെ കണ്ട് എന്ത് നല്ല കാഴ്ചകളാണല്ലേ. നമ്മൾ ട്രെയിനിൽ എന്താ പറയുക, ലോങ് റൂട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇത് തന്നെയാണ്. വലിയ നല്ല കാഴ്ചകളും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും പിന്നെ കുറച്ച് വെയിലുള്ള സമയമാണെങ്കിലും നല്ല രസമായിരിക്കും കാണാനും ഫോട്ടോയ്ക്കും എല്ലാത്തിനൊക്കെ അടിപൊളിയായിരിക്കും. ഇത് തന്നെ കണ്ടില്ല, ആ ട്രെയിൻ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് പോകുന്നത് കണ്ടില്ല. അതെൻ്റെ ഫേവറേറ്റ് വ്യൂ ആണ് കേട്ടോ. ഒരുപാട് സിനിമകളിൽ ആ ഒരു വ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും എല്ലാത്തിനും അതിൻ്റേതായ സമയമുള്ളപ്പോൾ എല്ലാം നടക്കുമെന്ന് പറയുന്ന കണക്ക് തന്നെയാണ്. ഓരോ യാത്രയും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ആ യാത്ര നമ്മൾ ചെയ്യുന്നത് നല്ലത് നടക്കാനും നല്ലത് വരാനും. അതും വഴിയേ ഓരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ആരെയും ട്രബിൾ ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ വെച്ചിട്ട് വേണം എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും നടന്നില്ല അല്ലെങ്കിൽ ഒന്നും നമുക്ക് നല്ലത് വന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ കീപ് ട്രൈയിങ്, അത് തന്നെ ചെയ്യുക, മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അവസാനം നമ്മൾ പരവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പരവൂർ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും അവിടെ എന്തായാലും സ്റ്റോപ്പുണ്ട്. അങ്ങനെ പതുക്കെ പരവൂരെത്തി. അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും ഇല്ല, എല്ലാവരും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അധികം ആൾക്കാർ വരുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഒരു ട്രെയിനിൻ്റെ ഒരു കൺജഷനും ആയിരിക്കുമല്ലോ ഓൾവേസ്. അപ്പോൾ ഇന്ന് പിന്നെ ആർക്കും ജോലിക്കൊന്നും പോകാത്തതുകൊണ്ടുള്ള ഒരു സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും പോകണ്ട, അപ്പോൾ വേറെ ആർക്കും പോകണ്ട. എന്തായാലും ഈ ഒരു യാത്ര എന്തായാലും നല്ലൊരു എന്താ പറയുക യാത്രയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും പോകുന്നത്. സോ ആ ട്രെയിനിങ് ഇന്നൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യുമല്ലോ. സോ അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇതിനു വേണ്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് അധികം അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം എണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ നിന്നപ്പോൾ അപ്പുറത്ത് പോകുന്ന ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് സമയം നമ്മുടെ ട്രെയിനൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ പഴയ പോലെ അല്ല, കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. നന്നായിട്ട് ട്രെയിനൊക്കെ നല്ല രീതിയിൽ ഹൈജീനായിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് തന്നെ ഒരു ഉണർവ് തരുന്ന കാര്യവും തന്നെയാണ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സും എല്ലാം നമ്മളും ഇത് ചെയ്ത് പോവുക. ട്രെയിനിൽ പോകുമ്പോഴും നമ്മളും കുറച്ച് എന്താ പറയുക, നമ്മളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക, അതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഒരു യാത്ര പോകുമ്പോൾ കുറച്ചതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്നൊക്കെ എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അതിന്ന് സാധിച്ചു. ഞാനിന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്തായാലും ഇതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെയാണ് പോകുന്നത്, പിന്നെ അധികം ആൾക്കാരും ഇല്ല. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ കാരണം വേറൊരാൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആർക്കും ഒരു എന്താ പറയുക ട്രബിൾ കൊടുക്കാതെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതാണ് എൻ്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല കാഴ്ചകളാണ്. എന്തായാലും ട്രെയിൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല വൃത്തിയായിരുന്നു. സോ സീറ്റൊക്കെ പിന്നെ എന്താ പറയുക കൂടുതലും ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പിന്നെ എന്തുവാ ചെയ്യാന്നുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
ഇടയ്ക്കിടയ്ക്ക് നടക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. പിന്നെ ഇരുന്ന് കാണാനുള്ള കാഴ്ചകൾ ഇരുന്ന് തന്നെ കണ്ടല്ലേ പറ്റുള്ളൂ. കായലിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കാൻ നോക്കുക, ബസ്സിനെയും കാട്ടി ട്രെയിനാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം, നമുക്ക് മനസ്സിന് കുളിർമയും ഉണ്ടാവും, നമ്മളൊന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. പഴയ കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് അതിനെ എങ്ങനെയെങ്കിലും നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആൾറെഡി 8:15 8:13 എന്തായാലും. സോ അപ്പോൾ ഞാനിങ്ങനെ 8:30 എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ റൈറ്റ് ടൈമിലാണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ യാത്രകളിലൂടെയും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ ഇതിനൊക്കെ കുറിച്ച് നമ്മൾ നേരെ ചൊവ്വേ നല്ല രീതിയിൽ അയവിറക്കി ചിന്തിച്ച് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കാരണം ഒരൊറ്റ ലൈഫാണ്. നമ്മൾ അതിന് എന്താ പറയുക, ആരുമായിട്ട് ശത്രുതയൊന്നും ഇല്ലാതെ നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അധികം അവർ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ക്ഷമിച്ചിട്ട് മുന്നോട്ട് പോവുക. അധികം അവർക്ക് മുഖം കൊടുക്കാനോ ഒന്നിനും ചെയ്യേണ്ട കാര്യമില്ല. സോ അത് തന്നെയാണ് ജീവിതത്തിൽ എനിക്കും എന്താ പറയുക പഠിച്ചൊരു പാഠവും. അപ്പോൾ നമ്മൾ എന്തായാലും മയ്യനാട് എത്തിയിട്ടുണ്ട്. സോ അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ മയ്യനാട് നിർത്തി. അങ്ങനെ അവിടെ അധികം ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് എണിച്ച് പുറത്തോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഭംഗിയും കൂടെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്തെ സൈഡ് വന്ന് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മൾ ആരെയും എന്താ പറയുക ദ്രോഹിക്കാതിരിക്കുക, നമ്മൾ ലൂസ് ടോക്കിന് പോകാതിരിക്കുക, ഗോസിപ്പ് പറയാതിരിക്കുക, ആൾക്കാരെക്കുറിച്ച് ഗോസിപ്പ് പറയാതിരിക്കുക, അവരുടെ പ്രസൻസിൽ അവരെക്കുറിച്ച് നമ്മൾ നല്ലത് പറയുക, അവരുടെ ആബ്സെൻസിൽ അവരെക്കുറിച്ച് മോശം പറയുക. ഇതൊന്നും നമ്മൾ ലൈഫിൽ നല്ലത് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതാണ് എൻ്റെ പണിയായുധങ്ങൾ. അപ്പോൾ എന്തായാലും ഹെഡ്സെറ്റ്, പിന്നെ എൻ്റെ പഴയ മൊബൈൽ, പിന്നെ ഒരു ബാഗും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫയലും ഉണ്ടായിരുന്നു, ട്രെയിനിങ്ങിൻ്റെ കുറച്ച് ഫയൽസ് ഉണ്ടായിരുന്നു. സോ അതവിടെ സബ്മിറ്റ് ചെയ്യുകയും വേണം. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മൾ ആരെക്കുറിച്ചും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരെടുത്തും പറയാനോ അല്ലെങ്കിൽ അവരെ ട്രബിൾ ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് പോകാനോ ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യം. നമ്മൾ ഒരു നാൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. അപ്പോൾ എല്ലാവരും സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മൾ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. എന്തായാലും ഇരവിപുരത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേഷനുണ്ട്, ചെറിയ സ്റ്റേഷനാണ് ഇരവിപുരം. അപ്പോൾ അവിടെ അധികം കുറച്ച് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു, കുറച്ച് ഫാമിലീസൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആരെയും ട്രബിൾ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഓരോ ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടും നമ്മൾ പിന്നെ അവരെ കാണാതിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അഴുക പറയുകയും അല്ലാതെ നമ്മളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്താ ആൾക്കാരോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരടുത്ത് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അവർ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് പറയാം. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും വേറൊരാൾ അന്യർ നമ്മളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ എടുത്ത് നമ്മളെക്കുറിച്ച് ഇത് പറയുന്നതും പ്രത്യേകിച്ചും നല്ല കാര്യമല്ല അത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പിന്നെ എന്തായാലും കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടാറില്ല, ഞാൻ എന്നെ തന്നെ നോക്കാറുണ്ട്. എനിക്ക് എന്നെ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈ സെൽഫ് എ ലോട്ട്, ബിക്കോസ് ഇതാണല്ലോ ലൈഫ്. നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് വേണ്ടി ആദ്യം ജീവിക്കണം. അപ്പോഴേ നമുക്ക് മറ്റുള്ളവർക്കൂടെ വേണ്ടി ജീവിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവത്തുള്ളൂ നമുക്കും. സോ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്ത് വേണം നമ്മൾ ആദ്യം ജീവിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, അതൊക്കെയാണ് ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ നമ്മളാദ്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും ലൈഫിൽ നല്ല കാര്യമെന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും വേറൊരു ട്രെയിനും കൂടെ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തപ്പോൾ തന്നെ രസമുണ്ടായിരുന്നു കേട്ടോ. 2 ട്രെയിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അതൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഒരു അഡ്വഞ്ചർ കണക്ക് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ തീം പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് അഡ്വഞ്ചർ സ്റ്റഫ്സ് ആണല്ലോ ഉള്ളത്. സോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ കയറിയാലും നമുക്ക് കുറച്ച് അഡ്വഞ്ചേഴ്സ് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയാണ് ഇതൊക്കെ കേട്ടോ. ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ടാവും ട്രെയിനിൽ. എപ്പോഴാണ് ആൾക്കാർ വേറെ തരത്തിലുള്ള ആൾക്കാർ എപ്പോഴാണ് കയറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പിന്നെ ഒരു ഫ്രീ ദിവസം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അവസാനം കൊല്ലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. മനോഹരമായൊരു കൊല്ലം. എനിക്ക് കൊല്ലം എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് നൽകുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ആകുമ്പോൾ ഒരുപാട് റഷുമാണ്, ഇതൊക്കെയാണ്. പക്ഷേ കൊല്ലം അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ഇല്ലങ്ങൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ ഇല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ
അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. അതിനിപ്പോൾ പൂർവികർ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികമായിട്ട് അതിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. എന്തായാലും അവസാനം ഞാൻ എന്തായാലും കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ, കൊയിലോൺ എന്നും ഇതിനെ പറയാറുണ്ട്. കൊല്ലം എന്നും എനിക്കൊരു സ്പെഷ്യലാണ്. എന്തോ ഒരു 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 വേറിട്ടൊരു നഗരമാണ് കൊല്ലം. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു വലിയ സിറ്റിയാണ്. പക്ഷേ കൊല്ലം എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. ചെന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് സിറ്റിയിലോട്ട് കടക്കുമ്പോഴും എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫീലാണ് കൊല്ലം എന്ന് പറയുന്നത്. ക്വെയിലോൺ എന്നും അതിന് പറയാറുണ്ട്. സോ അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങി കൊല്ലത്തെത്തി. അവിടെ നിന്ന് പോകാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി അധികം റഷ് ഇല്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ മെയിൻ സ്റ്റോപ്പിലൊക്കെ എത്തുമ്പോൾ അടുത്ത ജില്ല എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം. സോ അപ്പോൾ അവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അധികം എപ്പോഴും ആളും ഉള്ളതുമാണ്. പക്ഷേ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ടൊരു ഹാപ്പി സൺഡേ എല്ലാവർക്കും നേരുന്നു. അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. സോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആരെക്കുറിച്ചും അനാവശ്യം പറയാനോ അല്ലെങ്കിൽ ആരെയും ചവിട്ടി താഴ്ത്താനോ അല്ലെങ്കിൽ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാതെ ജീവിതം അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്തങ്ങ് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. ഇതേപോലെ പടികൾ കയറി നമുക്കും വിജയത്തിലെത്തണ്ടേ. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നവർക്കും സ്ട്രഗിൾ ചെയ്യാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അങ്ങനെ അതിൻ്റെ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ വരുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് കേട്ടോ. അത് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഇവിടെ കൊല്ലം എന്ന് പറയുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാനധികം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പക്ഷേ കൊല്ലത്ത് അധികം ഇറങ്ങി അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ പിന്നെ ഞാൻ പോകുന്ന സ്ഥലവും എനിക്ക് അവിടെ നിന്നൊരു നടന്നു പോകാൻ പറ്റുന്നൊരു 8 മിനിറ്റ് 10 മിനിറ്റോ നടക്കാനുള്ളൊരു ദൂരമേ ഉള്ളൂ. സോ അങ്ങനെ വന്ന ട്രെയിൻ എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇറങ്ങാൻ. യൂഷ്വലി ഉള്ള റഷൊന്നും ഇല്ല, ഒരു സാധാരണ ദിവസത്തെ പോലത്തെ ഒരു റഷൊന്നും ഇല്ല. ഒരു സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ പുറത്താണ് കേട്ടോ. അങ്ങനെ വേറിട്ടൊരു സ്ഥലമാണ് കേട്ടോ കൊല്ലം. അവിടെ ടാക്സീസും ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ശാന്തമായൊരു സ്ഥലമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കൊല്ലം. അങ്ങനെ അവസാനം ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനൊരു ആട്ടോക്കാരൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, നീ അങ്ങ് നടന്നാൽ മതി, നടന്നങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവൻ അങ്ങനെയൊക്കെ ഒരു ഓട്ടോക്കാർ പറയുന്നത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ചില ഓട്ടോക്കാരെന്ന് വെച്ചാൽ നിങ്ങൾ കയറിക്കോ, ഇത് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറഞ്ഞ് കറക്കി കൊണ്ടുപോയി നമ്മൾ വേറെ സ്ഥലത്തൊക്കെ കറക്കി തിരിച്ചൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊന്ന് കണ്ടൊരു ഓട്ടോ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് നീ നടന്നങ്ങ് പോയാൽ മതി, ഇതിൻ്റെ ഡയറക്ഷൻ നോക്കി അങ്ങ് പോയാൽ മതി. കാരണം ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് നടത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് വെയിൽ വരുന്നുണ്ട്, നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. പിന്നെ ചൂട് കുറച്ച് വരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. സോ അപ്പോൾ എനിക്ക് യൂഷ്വലി ഇങ്ങനെ വെയിലത്ത് നമുക്ക് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വിയർക്കും. പിന്നെ അത് നമുക്ക് എന്തായാലും സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്മെല്ല് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇതാവണമല്ലോ. കാരണം ആർക്കും നമ്മളൊരു ഡിസ്കംഫോർട്ട് ലൈഫിൽ കൊടുക്കരുത്. അത് ഒരിക്കലും നന്നായിട്ടുള്ളൊരു കാര്യമല്ല, അത് ഏതിലായാലും. സോ അപ്പോൾ അങ്ങനെ നടന്ന് ഇങ്ങനെ പോയി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ സ്ഥലമെന്ന് എനിക്കറിയാം. സോ എനിക്ക് തോന്നുന്നു ഇതൊരു പാർക്കിംഗ് ആണെന്ന് കേട്ടോ. ഒരു വളരെ മനോഹരമായിട്ട് അവർ പാർക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ. നമ്മുടെ എന്തായാലും കേരളം ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസന മാർഗത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ കണ്ടില്ലേ, ഒരുപാട് വലിയ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല മഞ്ഞ ഒരു പെയിൻറ്റ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് കുറച്ചുകൂടെ ക്യാച്ചി ആണല്ലോ ഈ പെയിൻറ്റ്. ഇവിടെ കുറച്ച് പേ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു ആ യാത്ര ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇവിടെയാണ് പേ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇൻസൈഡ് റെയിൽവേ സ്റ്റേഷൻ അല്ല, കുറച്ചൊരു 2 മിനിറ്റ് പുറത്തിറങ്ങി നടന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു പേ പാർക്കിങ്ങിൽ എത്തുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ലൊക്കേഷനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തായാലും അധികം നടക്കാൻ ഒരുപാട് ദൂരമില്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് നേരം നടക്കാം. പിന്നെ എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ മെറ്റബോളിസം എന്ന് പറയുന്നത് ഓരോ പ്രായം കഴിഞ്ഞ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ 20s കഴിയുമ്പോൾ നമ്മൾ മെറ്റബോളിസം കുറയും, 30s കഴിയുമ്പോൾ നമ്മൾ മെറ്റബോളിസം കുറയും, ഒരു 40s കഴിയുമ്പോൾ നമ്മൾ മെറ്റബോളിസം കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അപ്പോൾ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ കൊടുക്കുന്നത് എക്സസൈസാണ്. സോ എവരിബഡി ഷുഡ് എക്സസൈസ് വെൽ. ഓക്കെ, എവരിഡേ എക്സസൈസ് ചെയ്യണമെന്നില്ല, നടന്നാൽ മതി, ശരീരം ആണെങ്കിൽ ഒന്ന് നടന്നാൽ മതി. അത് നമ്മുടെ കാലിൻ്റെ മസിലിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസവും നമ്മുടെ മസിൽസിനൊക്കെ ഇത് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അനക്കി കൊടുക്കണം ഇടയ്ക്കൊക്കെ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അപ്പോൾ അല്ലാതെ ഷുഗറും കൊളസ്ട്രോളും കുറയാൻ വേണ്ടി കിടന്ന് നടക്കാനും ഓടുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നമ്മളെ മസിൽസിനൊക്കെ എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് മസിൽസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ നമ്മൾ എക്സസൈസും കൂടുതൽ ചെയ്യുമ്പോഴും ഈ മസിൽസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റാണ് ലൈഫിൽ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഞാനിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും ഈ പാലത്തിന് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പാലത്തിലൊരു പാതയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയുക, അത് നല്ലത് തന്നെയാണ്. അതാകുമ്പോൾ നമ്മൾ സേഫുമാണ്. കാരണം അപ്പുറത്ത് പോകുന്ന വണ്ടിക്കാർക്ക് ഈസിയാണ് എന്താ പറയുക വണ്ടി ഓടിച്ച് പോകാനും. അങ്ങനെ ഞാൻ അധികം എത്തിയിട്ടുണ്ട് ഗൈസ്, ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൈ ഗോഡ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തിന് പോലെ തന്നെ കൊല്ലവും നല്ല അതിമനോഹരമായൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ. എനിക്ക് എന്തായാലും അധികം ഞാനിവിടെ വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു ബിൽഡിംഗ് എനിക്ക് ഒരുപാട് ഒരു ക്ലോക്ക് ടവർ പോലെ ഉള്ള ഒരു ടവർ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് ദുബായിൽ കണ്ടിട്ടുള്ളതാണ് ക്ലോക്ക് ടവർ, പക്ഷെ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്, ക്ലോക്ക് ടവർ പോലത്തെ ഒരു സ്ഥലം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ ഒരു ഹാർട്ട് ഓഫ് കൊല്ലം. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്റ്റേഷൻ, കൊയിലോൺ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലവും. സോ ഇതാണ്. അപ്പോൾ ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് പടി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് എന്താ പറയുക ഡിസ്കൗണ്ട് മേള നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ മേള തന്നെ നടക്കുന്നുണ്ട്. ഒരു 8:30 മണി ആയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ ഒരു മേള സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചീപ്പായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നൊരു ഏരിയ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി. അവിടെ കുറച്ച് ഞാൻ അധികം പോയി നോക്കാനൊന്നും പോയില്ല, കാരണം എനിക്ക് ഇവിടെ കറക്റ്റ് സമയത്തിനുണ്ട്. എനിക്ക് കറക്റ്റ് റൈറ്റ് ടൈപ്പ് 9 മണിക്ക് എത്തണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്കും വരേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. സോ അപ്പോൾ എനിക്കതൊന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ചീപ്പായിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഇടാനും കുറച്ച് ലോക്കലായിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നടന്നു. കാരണം ഇനി എന്തായാലും എനിക്ക് എത്തണമല്ലോ, 8:45 8:50 ആകുമ്പോൾ ഞാനവിടെ എത്തും. എന്തായാലും അധികം ദൂരമില്ല. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അത് സ്കിപ്പ് ചെയ്യും. ഇന്നലെ എന്തായാലും ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ സൺഡേ ആണ്, സാറ്റർഡേ ഫുള്ള് ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മൺഡേ എന്തായാലും സൺഡേ എന്തായാലും രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാനത് 1 മണിക്കൂർ കൊണ്ട് എന്തായാലും കഴിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കാം. ഒരു ബോയിൽഡ് എഗ്ഗാണോ ഞാൻ രാവിലെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ബോയിൽഡ് എഗ്ഗ് വാങ്ങിച്ച് കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് നിന്നത്. സോ അവിടെ അടുത്തെത്താറായി. അങ്ങനെ ഞാൻ ട്രെയിനിങ് സെൻറ്ററിൻ്റെ അടുത്തെത്താറായി. ഞാനിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇത് കഴിയുമെന്നാണ് തോന്നുന്നത്, എന്തായാലും അറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ എന്തായാലും നല്ല വൃത്തിയുള്ള ഹൈജീനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കൊല്ലം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ അത്രയും നല്ല ഹൈജീനാണ് കേട്ടോ. ഒരുപാട് ചവറും കാര്യങ്ങളൊന്നുമില്ല. ഒരു സിറ്റി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് എല്ലാ ഷോപ്പും അവധിയാണ്, കാരണം അറിയാമല്ലോ ഇന്ന് സൺഡേ ആണ്. സോ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ളൊരു ദിവസമാണ്. സോ അപ്പോൾ എല്ലാവരും വീട്ടിലാണ്, ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇന്നത്തെ ദിവസം, അറിയാമല്ലോ. പിന്നെ അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് എത്തി ഗൈസ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വണ്ടി പോകുന്ന അതിലോട്ട് പോയാൽ മതി, അവിടെയാണ് സ്ഥലമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പുള്ളി പറഞ്ഞ ഡയറക്ഷൻ വെച്ചിട്ട് അങ്ങോട്ടോട്ട് പോയി. എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട്. പയ്യൻ പോകുന്ന സൈഡിലോട്ട് പോയാൽ മതി, അതിൻ്റെ മുകളിലോട്ടാണ് സെൻറ്റർ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് നീങ്ങി ഒരു ഉള്ളുവഴിയിലോട്ട് കയറി. എല്ലായിടത്തും അവിടെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, കൊയിലോണെന്ന് എഴുതിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ കൊല്ലത്തിനെയും കാട്ടി കൊയിലോണാണ് കേട്ടോ എന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത് അതിനെക്കുറിച്ച്. എന്തായാലും നല്ല പേര് തന്നെയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എനിക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ ഇതാണ് ട്രെയിനിങ് സെൻറ്റർ. സോ അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ എത്തിക്കിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഇവിടെ ആയിരിക്കും, പക്ഷേ എനിക്കിവിടെ അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അവസാനം 4-5 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞ് 9 മണിക്ക് കയറിയിട്ട് ഞാൻ 2 മണിക്ക് ഇറങ്ങി കഴിച്ചു. പിന്നെ 2 അവിച്ച മുട്ട വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു. സോ അത്രയും നേരം എനിക്ക് പിന്നെ വിശപ്പ് ഒന്നും അധികം ഇല്ലായിരുന്നു. സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ.